ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഞാൻ നമ്മുടെ അൺബോക്സിംഗ് കത്തിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോണ സാധനം എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് എനിക്ക് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമുള്ള ഒരു സാധനമാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് ഫോണുകളാണ് ഇത് രണ്ടും. ഏകദേശം ഒരു 2016-17 കാലഘട്ടം തൊട്ട് ഇത്രയും നാള് ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോണാണിത്. അപ്പൊ നമ്മുടെ ബോക്സിനുള്ളിൽ വേറെ എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അവരയച്ചേക്കുന്ന ബോക്സിൽ അവരത് മാനുവലാണ് ആദ്യം വന്നത്. ഫോൺ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ മാനുവൽ ഉണ്ടാവും. പിന്നെ നമുക്ക് എല്ലാ ഫോണിലും കാണുമ്പോൾ സിം ഇജക്ടർ ഉണ്ട്, ഒരു കേബിൾ ഉണ്ട്, അഡാപ്റ്ററോ ഹെഡ്സെറ്റോ ഈ വക കാര്യങ്ങളൊന്നും അവന്മാർ ഫോണിൽ തന്നിട്ടില്ല. അപ്പൊ നമുക്കിനി ഫോൺ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് ഫോൺ റെഡി ആവണം യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് കറക്റ്റ് വരുന്നതെന്ന്. എൻ്റെ ഫസ്റ്റ് ഇന്റർഫേസ് ഇതാണ്. നമ്മളുടെ ഫസ്റ്റ് ഇന്റർഫേസ് എല്ലാം കഴിഞ്ഞ് എല്ലാ ഡൗൺലോഡിങ് ഒക്കെ കഴിഞ്ഞ് ഫോൺ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വന്ന ഇന്റർഫേസ് ആണിത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി സ്പെക്കും കാര്യങ്ങളിലേക്കും കിടക്കാം. അപ്പൊ നമ്മുടെ ഫോണിന് കവറും കാര്യങ്ങളൊക്കെ ഇട്ടു. ട്രാൻസ്പെറന്റ് കവർ ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഗ്ലാസ് വാങ്ങിക്കണം. നമുക്ക് ഇനി ഇതിന്റെ സ്പെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 6.8 ഇഞ്ചിലാണ് ഇതിന്റെ ഡിസ്പ്ലേയുടെ വലിപ്പം വരുന്നത്. എനിക്ക് തോന്നുന്നു അത് ഇച്ചിരി വലുതാണ്. കാരണം അതില് ഒതുങ്ങിയിരിക്കണം എന്ന് തോന്നുന്നില്ല, ഒരു ഇത്തിരി വലുതാണ്. പിന്നെ ഇതിന്റെ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ റീഫ്രഷ്മെന്റ് റേറ്റ് വരുന്നത് 120 ഹെഡ്സ് ആണ്. സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇത് അടിയിലാണ് വരുന്നത്. ചാർജിങ് പോർട്ട് അടിയിലാണ് വരുന്നത്. നമുക്കിവിടെ ഒരു പെന്നുണ്ട്. ഈ പെന്ന് ഈ ഭാഗത്താണ്. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ പെന്ന് നമുക്കിത് അത്യാവശ്യം ഒരു കാര്യമാണ്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ 200 MB ബാക്ക് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 100x സൂമുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ അവർ 12 MP തന്നിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 4K എടുക്കാം, 8K എടുക്കാം, 1080 എടുക്കാം. അത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ ഡ്യുവൽ മോഡ് യൂസ് ചെയ്യാം. നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെയും കാണാം, അപ്പുറത്തെ ബാക്ക് വ്യൂവും കാണാനുള്ള ആ ഒരു ഡ്യുവൽ മോഡൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവർ. ആൻഡ്രോയിഡ് 13 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 5000 mAh ആണ്. ഇത് ഞാൻ ഫസ്റ്റ് യൂസ് ആണ് എൻ്റെ. അപ്പോൾ ഇത് ഞാൻ 50% നിന്ന് ഇപ്പോൾ 43 ഒരു 10-20 മിനിറ്റിനുള്ളിൽ അത്രയും കുറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫുൾ ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളും ഇത് നമുക്ക് മറ്റു ഫോണായിട്ട് iPhone 14 Pro Max ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.